ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. നമ്മളിൽ എത്ര പേര് കൃത്യമായിട്ട് നമ്മുടെ ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാറുണ്ട്, ആവശ്യമെങ്കിൽ അത് എന്താ പറയുക ഇൻഫ്ലേഷൻ ചെയ്യാറുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എത്ര ദിവസം കൂടുമ്പോഴാണ് ചെയ്യുന്നത്? അതേപോലെ ഈ ടയറിൻ്റെ ഇൻഫ്ലേഷൻ കൃത്യമായിട്ട് ടയറിൻ്റെ പ്രഷർ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എത്ര അളവിലാണ് നമ്മുടെ ടയറിലേക്ക് എത്ര അളവിലാണ് നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്കവാറും എല്ലാ വണ്ടികളിലും തന്നെ അതിൽ ചെറിയൊരു ലേബൽ പോലെ ഒട്ടിച്ചിട്ടുണ്ടാവും, ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ടുണ്ടാവും. അതിൽ കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ പഴയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ ആ ഒരു മാനുഫാക്ചർ പറയുന്ന എത്ര അളവിലാണ് നമ്മൾ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഏത് വണ്ടിയാണെങ്കിലും, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഏതാണെങ്കിലും. അപ്പോൾ ഈ ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പഞ്ചർ കടയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ചെല്ലുമ്പോൾ, റോഡിൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഈ പഞ്ചർ കട കാണുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എയർ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് കൊടുക്കും. അപ്പോൾ അവരുടെ അടുത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആരും കുറ്റം പറയല്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഓരോ വണ്ടികൾ, ഇപ്പോൾ ഓരോ വണ്ടി പണ്ടത്തെ പോലെ ഒന്നല്ല. പണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം കോമൺ ആയിരുന്നു. ഇപ്പോൾ എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20W40 എന്ന് പറഞ്ഞ ഒറ്റ ഗ്രേഡ് ആയിരുന്നു മിക്കവാറും എല്ലാ വണ്ടികൾക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏതൊരു മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ചാലും അവരെ ഒഴിക്കുന്നത് ഈ 20W40. ഇപ്പോഴും അതേ സമ്പ്രദായം തുടരുന്ന മെക്കാനിക്കുകൾ ഉണ്ട് കേട്ടോ. ഞാൻ ഇവരെ എന്താ പറയുക കുറ്റം പറയില്ല. പക്ഷേ നമ്മളെപ്പോഴും ആ വണ്ടി നമ്മൾ ഈ ടെക്നോളജി ഒക്കെ മാറി വരികയാണ്. അപ്പോൾ ഓരോ എഞ്ചിനും അതിൻ്റേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന കറക്റ്റ് ഗ്രേഡ് തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ടയറിൻ്റെ പ്രഷറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പഞ്ചർ കടയിൽ ചെന്നിട്ട് എയർ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവർ ആ ഒരു എയർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിപാടി തീർത്ത് വിടും. നമ്മളൊരു ചില്ലറ എന്തെങ്കിലും കൊടുക്കുന്നു, നമുക്ക് പോകുന്നു. പക്ഷേ അത് എത്രയാണ് അവർ അടിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആരും നോക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായി? നമ്മുടെ വണ്ടിക്ക് എത്രയാണ് വേണ്ടത്, നമ്മൾ എത്ര ആൾക്കാരെ വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്, ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടയറിൻ്റെ പ്രഷർ എത്ര മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്കൂട്ടർ പോലെയുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആ താഴെ ഭാഗത്തായിട്ട് തന്നെ ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റിക്കറിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും, കുറച്ച് ഇൻഫർമേഷൻസ് അതിലുണ്ടാവും. അതിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ടയറിൻ്റെ പ്രഷർ എത്രയും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. അതിൽ നമ്മളെ റിയറും അതുപോലെ ഫ്രണ്ടും ടയറിന് വ്യത്യാസമായിരിക്കും, ഒരിക്കലും സെയിം ആവില്ല. മനസ്സിലായി? അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് ഒരാളോട് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു പഞ്ചർ കടയിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ അവർ മിക്കവാറും 2 ടയറിനും ഒരേ അളവിലായിരിക്കും ചെയ്തു തരിക. കാരണം ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ആ പരിപാടി ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. മുമ്പൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ആയിരുന്നവ. അതേപോലെ ബൈക്കുകളാണെന്നുണ്ടെങ്കിൽ ബൈക്കിൻ്റെ സൈഡിലുള്ള നിങ്ങളുടെ സ്വിംഗ് ആം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ടയറിൻ്റെ റിയർ ടയർ വീൽ നെറ്റ് ഇടുന്ന ആ ഒരു 2 തണ്ടുകളുണ്ടല്ലോ, അതിനാണ് സ്വിംഗ് ആം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വിംഗ് ആമിൻ്റെ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ മിക്കവാറും ചെയിനിൻ്റെ ഭാഗത്ത് തന്നെയാണ് അത് കാണാറുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ചെയിനിൻ്റെ ഭാഗത്ത് ആ ഒരു സ്വിംഗ് ആമിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും 2 സ്റ്റിക്കറുകൾ ഉണ്ടാവും. അതിൽ ചെയിനിൻ്റെ ഫ്രീ പ്ലേ എത്ര വേണം എന്നുള്ളതിൻ്റെ സ്റ്റിക്കർ കാണാം. അതേപോലെ തന്നെ നമ്മുടെ ടയർ പ്രഷർ എത്രയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യവും ആ ഒരു സ്റ്റിക്കറും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് അതേ പ്രഷർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ പമ്പിൽ പോയി, ഇപ്പോൾ നമുക്കറിയാം നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാവുന്നൊരു പരിപാടിയാണത്. ഈ ടയർ പ്രഷർ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം നമുക്ക് വീട്ടിൽ പ്രത്യേകിച്ച് ഒരു കംപ്രസർ ഇതൊന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ സ്ഥിരമായിട്ട് പമ്പിൽ പോകുന്നതാണ്, പെട്രോൾ അടിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഈ പെട്രോൾ അടിക്കാൻ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ തന്നെ ഉണ്ടായിരിക്കും ഫ്രീ എയർ എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പുകാർ നമുക്ക് ഫ്രീ ആയിട്ട് തരേണ്ട ഒരു സംവിധാനമാണ് ഈ ടയറിനെ പ്രഷർ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് മിക്കവാറും പമ്പുകളിലൊക്കെ ഉണ്ടായിരിക്കും. അത് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പോയിട്ട് ചെക്ക് ചെയ്യാനുണ്ടോ, നമ്മളത് വർക്കിംഗ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. പല പമ്പുകളിലും കംപ്ലൈൻ്റ് ആയിട്ടുള്ള രീതിയിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു പമ്പ് പോയിട്ട് ഇത് അടിക്കുന്ന സമയത്ത് പ്രഷർ ഒരുപാട് കൂടുതൽ കാണിച്ചു. കാരണം ഞാനൊരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ചെക്ക് ചെയ്യാൻ പോയത്. എന്തായാലും ഞാൻ അടിച്ചതിനേക്കാളും കുറയാനേ സാധ്യതയുള്ളൂ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് കൂടുതൽ കാണിച്ചു. അപ്പോൾ അതെനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു പമ്പിൽ പോയിട്ട് ചെക്ക് ചെയ്ത സമയത്ത്, അവിടെ സ്ഥിരമായിട്ട് ഞാൻ അടിക്കുന്ന പമ്പായിരുന്നു, അവിടെ ചെക്ക് ചെയ്ത സമയത്ത് കറക്റ്റ് വാല്യൂ ആണ് കാണിച്ചത്. ഞാൻ അടിച്ചതിനേക്കാളും കുറച്ച് താഴെ വാല്യൂ ആണ് കാണിച്ചത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ വാല്യൂ കറക്റ്റ് തന്നെ ആണെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ബോധ്യം വരണം. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 3-4 കിലോമീറ്ററൊക്കെ ഓടിയിട്ടാണ് നിങ്ങൾ എയർ ചെക്ക് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറക്റ്റ് പറഞ്ഞിരിക്കുന്ന വാല്യൂ തന്നെ അടിച്ചാൽ മതി. മാക്സിമം ഒരു യൂണിറ്റൊക്കെ അധികം അടിക്കാം. അപ്പോൾ 25 എന്നുള്ള ഒരു PSI ആണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 25-ൽ നിന്ന് 26 വരെയൊക്കെ നിങ്ങൾക്ക് അടിക്കാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊരു 10 കിലോമീറ്ററോ അതിൻ്റെ മുകളിലോ ഓടിച്ചിട്ടാണ് വണ്ടി വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, അത്രയും ഓടി വരുമ്പോൾ നമ്മുടെ ടയറിൻ്റെ ടെമ്പറേച്ചർ കൂടും. കാരണം ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, നമ്മളെ റോഡുമായിട്ട്
ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ ടയറിൻ്റെ പ്രഷറിലും വ്യത്യാസം വരും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ 25 ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 25 പകരം ചിലപ്പോൾ 28 കാണിക്കാം. യഥാർത്ഥത്തിൽ നോർമൽ ടെമ്പറേച്ചറിൽ അത് 25 ഉണ്ടാവുള്ളൂ. പക്ഷേ ചൂടായിരിക്കുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് കുറച്ചധികം അത് കാണിക്കും. അപ്പോൾ അതും കൂടി നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഇത് ഇൻഫ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അതും കൂടി ശ്രദ്ധിക്കുക. മനസ്സിലായോ? മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് അടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് യാത്ര ചെയ്തൊരു 100 കിലോമീറ്റർ കണ്ടിന്യൂസ് യാത്ര ചെയ്തിട്ട് പോയിട്ട് ചെക്ക് ചെയ്യുന്നതിലേറെ നല്ലത്, കറക്റ്റ് വാല്യൂ കിട്ടാൻ നല്ലത് എന്താണ്, നമ്മൾ എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് പറഞ്ഞില്ലേ, കൂളായിരിക്കുന്ന കണ്ടീഷനിലാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ വണ്ടി യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ടയറിൻ്റെ പ്രഷർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഷർ കുറഞ്ഞ് വരും. നമ്മളിപ്പോൾ ഒരു ബലൂണിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബലൂൺ നമ്മൾ വീർപ്പിച്ചിട്ട് നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ അത് വളരെ ചുങ്ങി അങ്ങോട്ട് പോകുന്നത് കാണാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടയറിൻ്റെ പ്രഷർ ഡിസൈഡ് വാല്യൂവിനേക്കാളും താഴെയാണെന്ന് വിചാരിക്കാം. 25 വേണ്ട സ്ഥലത്ത് വെറും 20 അല്ലെങ്കിൽ 18 ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഓടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മളുടെ വെയിറ്റ് വരുന്നതിനനുസരിച്ച് വണ്ടിയുടെ വെയിറ്റ് ഉണ്ടാവും, സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ വെയിറ്റും കൂടി വരുന്ന സമയത്ത് ടയർ എന്ത് ചെയ്യും, ടയറിൻ്റെ നോർമലി എങ്ങനെയാണോ, അതായത് നമ്മൾ റോഡിൽ ടയറിൻ്റെ എത്ര സർഫസ് ആണോ ടച്ച് ചെയ്തിരിക്കേണ്ടത് അതിൽ കൂടുതൽ എന്ത് ചെയ്യും, ടച്ച് ആവും. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ പവറിനെ ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. കൂടുതൽ സർഫസ് ഏരിയ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ പവർ ലോസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഫുള്ള് കാറ്റ് അടിച്ചു വിട്ടിട്ട് വണ്ടി ഓടിക്കാനാണ് സുഖം, കാറ്റ് അടിച്ചിട്ട് വണ്ടി ഓടിക്കാനാണ് സുഖം, രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, നമ്മളിപ്പോൾ എവിടെയും കൊണ്ടുപോയി അടിക്കുന്ന സമയത്ത് അവർക്കത് കൃത്യമായ വാല്യൂ ഒന്നും അറിയില്ല, അവർക്ക് തോന്നിയ വാല്യൂ 35, 40 എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിടും. അങ്ങനെ അടിച്ചു വിടുന്ന സമയത്ത് ഓവർ ഇൻഫ്ലേറ്റഡ് ആയി നമ്മുടെ ടയർ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ താഴെ തട്ടുന്ന ഭാഗം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു പോയി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടും. പക്ഷേ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ ത്രെഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയുക കട്ട, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ കട്ട, അപ്പോൾ ആ കട്ടയുടെ തേയ്മാനം എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ സെൻറ്റർ മാത്രം തേഞ്ഞു വരും. രണ്ട് ഭാഗത്തും സൈഡിലേക്ക് നിൽക്കുന്ന കട്ടകളൊന്നും എന്ത് ചെയ്യില്ല, തേയ്മാനം വരില്ല, വെറും സെൻറ്ററിലുള്ള ഭാഗം മാത്രം തേയ്മാനം സംഭവിക്കും. അങ്ങനെ അത് ഒന്ന് നിങ്ങൾ ചില വണ്ടികൾ ശ്രദ്ധിച്ചറിയാം, കറക്റ്റ് സെൻട്രൽ ഭാഗത്തുള്ള ആ ത്രെഡ് മാത്രം തേയ്മാനം വന്നിട്ട് ഏകദേശം ആ ഒരു 2 ഭാഗത്തേക്കും കിടക്കുന്ന കൂടുതൽ ഭാഗവും തേയാതെ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഓവർ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ടയർ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇരുന്നാൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ വെഹിക്കിളിൻ്റെ ലോഡ്, അതായത് നമ്മുടെ വണ്ടിയുടെ ലോഡും നമ്മുടെ ലോഡും കൂടി കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാതെ വണ്ടി ഓടുന്ന ഒരു കണ്ടീഷൻ വരും. അപ്പോൾ അത് പിന്നെ പല സാഹചര്യങ്ങളിലും അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. അതേപോലെ തന്നെ ആക്സിലറേഷനും ബ്രേക്കിങ്ങും ഇത് രണ്ടും ഒരേപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ആക്സിലേഷൻ ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് കിട്ടുന്ന മൂവ്മെൻറ്റ് ഫോഴ്സ്, ആ ഒരു ഫോഴ്സ് കിട്ടാതിരിക്കും. കൃത്യമായ ടയർ പ്രഷർ കൃത്യമല്ലെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആക്സിലറേഷൻ കിട്ടാതിരിക്കും. അതേപോലെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്തും കറക്റ്റ് ബ്രേക്കിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടയർ പ്രഷർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെ. അതേപോലെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ വളവുകളിലൊക്കെ നമ്മൾ പിന്നെ വണ്ടി കുറഞ്ഞൊരു ചെരിവ് വരും അല്ലേ, നമ്മളിപ്പോൾ ഒരു 40-50 km/h ഒക്കെ സ്പീഡിലാണ് പോകുന്നത്, ഏറ്റവും ചുരുങ്ങിയ കാര്യമായിട്ട് പറയുന്നത് എങ്കിലാണെന്നുണ്ടെങ്കിലും ചെറിയൊരു വളവ് വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വണ്ടി ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചരിവ് വരുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ചെരിവ് വരുന്ന സമയത്ത് നമ്മുടെ ടയർ റോഡുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ടയറിൻ്റെ കോർണർ ഭാഗമായിരിക്കും കൂടുതലും വരിക. അപ്പോൾ അങ്ങനെ കോർണർ ഭാഗങ്ങളിൽ പിന്നെ ആ ഒരു കോൺടാക്ട് വരുന്ന സമയത്ത് കൃത്യമായ നമ്മുടെ ടയർ പ്രഷർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വണ്ടി സ്കിഡായി പോകാനും അവിടെ എന്താ പറയുക നമ്മൾ ആ ഒരു ട്രെഡിന് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു തേയ്മാനം വരാതെ ഇറഗുലർ ആയിട്ടുള്ള തേയ്മാനങ്ങൾ വരാനും അത് വഴിയെ അത് നമുക്ക് പിന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ട്രെഡ് അവിടെ കാണാൻ പറ്റും, കട്ടയൊക്കെ അവിടെ കാണാൻ പറ്റും. പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഇറഗുലർ ആയിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ടയറിൻ്റെ ആ ഒരു ത്രെഡ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് കാരണം നമ്മൾ ചിലപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മൾ ഇതേപോലെ ഒരു വളവ് തിരിയുന്ന സമയത്തൊക്കെ അവിടെ നമുക്ക് ഒരു വണ്ടി സ്കിഡായി പോകാനും അപകടങ്ങൾ സംഭവിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പവർ ലോസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മൈലേജിൽ ഫ്യൂവൽ എഫിഷ്യൻസിയിൽ സാരമായിട്ടുള്ള കുറവ് വരും. ഇതെന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക വീക്കിലി അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ വീക്കിലി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 7 ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ടയറിൻ്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യുക. മാക്സിമം ഒരു 14 ദിവസം, അതിൽ കൂടാൻ പാടില്ല. 14 എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ തന്നെയാണ്, പക്ഷേ അതിൽ കൂടാൻ പാടില്ല. ടയറിന് കൃത്യമായ തേയ്മാനം സംഭവിച്ചില്ലെങ്കിൽ അതും നമുക്ക് ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് അധികമായിട്ട് വരും. നമുക്കറിയാലോ ഒരു 2 ടയറുകൾ മാറ്റിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള കിലോമീറ്റർ ഓടിയിട്ടാണ് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് അതിന് മുമ്പ് തന്നെ മാറ്റേണ്ടി വരുമ്പോൾ അതൊരു വൻ നഷ്ടമാണ്. അതേപോലെ തന്നെ എന്താ പറയുക വണ്ടിയുടെ ടോട്ടൽ പെർഫോമൻസിനെ തന്നെ അത് ബാധിക്കുകയാണ്. അപ്പോൾ നമ്മൾ മൈലേജ് ഇല്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം ഇതായിരിക്കാം എന്നുള്ളത് എല്ലാവരും ഒന്ന് ഓർക്കുക.
അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്നാലും അത് വലിയ വലിയ നഷ്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.